നമസ്കാരം. ബി.ജെ.പിക്ക് വോട്ട് ചെയ്താൽ ജയിക്കുമോ എന്ന മലയാളിയുടെ സംശയം തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തോടെ മാറിക്കിട്ടി. കൃത്യമായ രീതിയിൽ പ്രചരണവും പ്രവർത്തനവും നടത്തിയാൽ നിലവിലെ സ്ഥിതിയിൽ ബി.ജെ.പിക്ക് 15ഇടത്തെങ്കിലും ജയിക്കാൻ സാധിക്കും. ഏതാണ്ട് 30ലധികം മണ്ഡലങ്ങളിൽ ബി.ജെ.പി ത്രികോണ മത്സരത്തിലേക്ക് പോകുന്നു എന്നാണ് മാധ്യമ മേഖലയിലുള്ള ചർച്ച. അവയിൽ തന്നെ 10 മുതൽ 15 മണ്ഡലങ്ങൾ വലിയ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേമം രാജീവ് ചന്ദ്രശേഖർ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 22,000 വോട്ട് ഭൂരിപക്ഷം നേടിയ നേമത്ത് സംസ്ഥാന അധ്യക്ഷന് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരില്ല. ഇടതുപക്ഷത്തിനായി ശിവൻകുട്ടി തന്നെ മത്സരിച്ചാൽ രാജീവിന്റെ വിജയം അനായാസമാകും. പഴയ പോലെ SDPI വോട്ട് CPM-ന് കിട്ടില്ല. കഴക്കൂട്ടം വി മുരളീധരൻ. പാർലമെന്റിലെ 10,000-ന് പുറത്തുള്ള ലീഡ് മാത്രമല്ല, കാലങ്ങളായുള്ള ചിട്ടയായ പ്രവർത്തനവും മുരളീധരന്റെ വിജയം ഉറപ്പിക്കുന്നു. ഒപ്പം ശബരിമല കൊള്ളയടിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന കടകംപള്ളിയോടുള്ള വിരോധവും. മഞ്ചേശ്വരം കെ സുരേന്ദ്രൻ. ബി.ജെ.പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ 2 തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ വിജയം പിടിച്ചെടുക്കാൻ തന്നെയാണ് സാധ്യത. ഒന്നും കാണാതെയല്ല അമിത്ഷാ നേരിട്ട് KS-നോട് മഞ്ചേശ്വരം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടത്. വട്ടിയൂർക്കാവ് വി രാജേഷോ ശ്രീലേഖയോ സ്ഥാനാർത്ഥിയായേക്കാം. ശ്രീലേഖ മത്സരത്തിനില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ വി രാജേഷ് മത്സരിച്ചാൽ വിജയം ഉറപ്പ്. കൃഷ്ണകുമാറും മികച്ച സ്ഥാനാർത്ഥി തന്നെ. തിരുവനന്തപുരം സെൻട്രൽ കരമന ജയനോ കൃഷ്ണകുമാറോ സ്ഥാനാർത്ഥിയായേക്കാം. കോർപ്പറേഷൻ വിജയിപ്പിച്ച പ്രസിഡന്റ് എന്ന പരിവേഷം കരമന ജയന് മികവേകുന്നു. കൃഷ്ണകുമാറിന് മികച്ച സാധ്യതയാണുള്ളത്. കാട്ടാക്കട PK കൃഷ്ണദാസ്. കാലങ്ങളായി നടത്തുന്ന പ്രവർത്തനവും ലോക്സഭയിലെ മുന്നേറ്റവും കടയിൽ താമര വിരിയിച്ചേക്കാം. കായംകുളം ശോഭാ സുരേന്ദ്രൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനം ആവർത്തിച്ചാൽ വിജയം ഉറപ്പ്. തിരുവല്ല അനൂപ് ആന്റണി. കഴിഞ്ഞ തവണ തന്നെ അവിടെ സീറ്റ് ലഭിക്കേണ്ടതായിരുന്നു. മണ്ഡലത്തിലെ പ്രവർത്തന പരിചയം വിജയം കൊണ്ടുവരും. നെടുമങ്ങാട് യുവരാജ് ഗോകുൽ. 2 വർഷത്തിലേറെയായി മണ്ഡലം നിറഞ്ഞു നിന്നുള്ള പ്രവർത്തനം. ചാനൽ ചർച്ചകളിലെ തീപ്പൊരി. പങ്കെടുത്ത ചർച്ചകളിലെല്ലാം മേധാവിത്വം പുലർത്തി നെടുമങ്ങാട് കത്തിപ്പടർന്ന അത്ഭുതം സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ള വ്യക്തി. ചെറുപ്പമാണ്, അതിന്റെ ഊർജം വേറെ. പാലക്കാട് പ്രശാന്ത് ശിവന്റെ ചെറുപ്പവും ഈ അടുത്ത കാലത്തായി കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനവും മാധ്യമ ശ്രദ്ധയും ഇത്തവണ പാലക്കാടൻ കാറ്റിനെ ബി.ജെ.പിക്ക് അനുകൂലമാക്കിയേക്കും. തൃശൂർ പത്മജയോ MT രമേശോ എന്നത് തീർച്ചയില്ല. രണ്ടുപേരിൽ ആരായാലും തൃശൂർ വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. ചെങ്ങന്നൂർ സന്ദീപ് വചസ്പതി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വമ്പൻ മുന്നേറ്റം നൽകുന്ന ആത്മവിശ്വാസത്തിൽ ചെങ്ങന്നൂരിന്റെ മണ്ണ് വചസ്പതിയിലൂടെ കാവിയണിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പാല ഷോൺ ജോർജ്. കേരള കോൺഗ്രസുകളുടെ വത്തിക്കാനായ പാലായിൽ ഷോൺ ഇത്തവണ ചരിത്രം തിരുത്തിക്കുറിക്കും. പൂഞ്ഞാർ PC ജോർജ്. പൂഞ്ഞാറിന്റെ മനസ്സ് അറിഞ്ഞയാൾ PC ആണ്. ഇത്തവണ താമര ചിഹ്നത്തിൽ PC പൂഞ്ഞാറിൽ ആറാടും. കാസർഗോഡ് ആറ്റിങ്ങൽ ചിറയിൻകീഴ് നാട്ടിക കൊടുങ്ങല്ലൂർ മലമ്പുഴ തൃപ്പൂണിത്തുറ കൊല്ലം കൊട്ടാരക്കര കോഴിക്കോട് നോർത്ത് വർക്കല 2020 മത്സരിക്കുന്ന ഇടങ്ങൾ തുടങ്ങി വീണ്ടും 20ഓളം സീറ്റുകളിൽ തീപാർന്ന പോരാട്ടമാകും. സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയായാലേ മുഴുവൻ ചിത്രവും പറയാൻ സാധിക്കൂ.